ഇപ്പോഴുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ യുദ്ധത്തിൻ്റെ ഈ 52-ാം ദിവസം ഇന്ന് പകൽ മുഴുവനും സമാധാനത്തിൻ്റെ പ്രതീക്ഷകളില്ല എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വന്നെങ്കിലും ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വാർത്ത പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം നൽകുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഉന്നതതല സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ നാളെ പാകിസ്ഥാനിലേക്ക് 2ാം റൗണ്ട് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു എന്ന കാര്യം ട്രംപ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ്റെ ഉന്നത വൃത്തങ്ങൾ ചില ഉപാധികൾക്ക് മേൽ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന സൂചന നൽകിയിട്ടുള്ളതായും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുകയാണ്. അതായത് പാകിസ്ഥാൻ അമേരിക്കയോട് പറയണം, ഇപ്പോൾ നാവികസേന നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഉപരോധമുണ്ടല്ലോ ഹോർമൂസ് കടലിടുക്കിൽ, അതങ്ങ് മാറ്റിയാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താനും കാര്യം അറിയിക്കാനും തുടങ്ങി എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകരം മുഴുവനും അസ്വസ്ഥതയുടെ വാഗ്ധോരണികളായിരുന്നു അപ്പുറവും ഇപ്പുറവും. എന്നാൽ ഇന്ന് രാത്രിയോടുകൂടി അല്പമൊന്ന് അയഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ സംഭാഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്ന് വൈകുന്നേരം മിനിസ്ട്രി ഓഫ് യൂത്തുമായി നടത്തിയ ഒരു വലിയ സംഭാഷണ പരമ്പരയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണം, ഇറാൻ ഇപ്പോൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ പുനർനിർമ്മിക്കണമെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചേ പറ്റൂ. പക്ഷേ വ്യവസ്ഥകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നയതന്ത്രപരമായിട്ടുള്ള മറ്റെല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് പ്രസിഡന്റും ഇറാനിൽ പറയുന്നത്. ഇസ്ലാമാബാദിലെ 2ാം ഘട്ട ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കുന്നില്ല എന്ന വിവരം രാവിലെ വന്നത് മുതൽ എണ്ണവില വീണ്ടും കുതിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഭീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ കൂടി അമേരിക്കയുടെ എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് കഴിഞ്ഞ ദിവസം CNN പറഞ്ഞൊരു കാര്യമുണ്ട്. 2027 മുമ്പ് ഏതായാലും ഗ്യാസ് വില കുറയുന്ന ലക്ഷണമില്ല അമേരിക്കയിലെന്ന്. അത് ട്രംപിനെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിച്ചത്. ഇന്നിപ്പോൾ ദി ഹിൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിന് ഫോൺ മുഖേന കൊടുത്ത അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹീസ് റോങ്, ഹീസ് ടോട്ടലി റോങ് എന്നാണ് ക്രിസ് റൈറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വില ഇപ്പോൾ തന്നെ കുറയും എന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. എവിടെ യുദ്ധം നടന്നാലും എന്ത് സംഭവിച്ചാലും അതൊന്നും അമേരിക്കൻ ജനതയെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സർവേയിൽ ട്രംപിൻ്റെ ജനപ്രീതി കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ലോക മാർക്കറ്റിൽ ചർച്ചാ വിഷയമാണ്. അതേക്കുറിച്ച് ട്രംപ് പറയുന്നത് ഇത് കള്ള സർവേകളാണ്, തികച്ചും ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അമേരിക്കയുടെ നാവികസേന ഇന്ന് അവകാശപ്പെടുന്നത്, പ്രത്യേകിച്ച് സെൻട്രൽ കമാൻഡ് പറയുന്നത്, 27 കപ്പലുകൾ ഇതിനിടയിൽ വിരട്ടി ഓടിച്ചു, തിരിച്ചുവിട്ടു, ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഹോർമൂസിലേക്ക് കടക്കാൻ വന്നവരെ ഞങ്ങൾ ഓടിച്ചു എന്നാണ്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് വിലക്കുണ്ടെങ്കിലും പല കപ്പലുകളും കടന്നു പോകുന്നു എന്നാണ്. യുദ്ധമുഖത്ത് നിന്ന്, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരസ്പര വിരുദ്ധങ്ങളായ റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കാഴ്ചക്കാരും കേൾവിക്കാരുമായ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അമേരിക്കയുടെ ബ്ലോക്കേഡിനെ ലംഘിച്ചുകൊണ്ട് തന്നെ പല ഇറാനിയൻ കപ്പലുകളും കടന്നു പോകുന്നതിൻ്റെ ട്രാക്കേഴ്സ് പുറത്തുവിടുകയാണ്. ഇന്ന് കുറച്ചു മുമ്പ് ബ്ലൂംബെർഗിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, മറ്റന്നാൾ അമേരിക്കൻ സമയം രാത്രിയോടുകൂടി വെടിനിർത്തലിൻ്റെ 2 ആഴ്ച സമയം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ വെടിനിർത്തൽ നീട്ടിക്കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നാണ്. അതിനിടെ ഇറാനിലെ സുപ്രധാന എയർപോർട്ടുകളെല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്ന റിപ്പോർട്ടും വരികയാണ്. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വാർത്ത UAE നിന്ന് വരുന്നത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ഈ ഇറാനിലെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. വിലായത്തൽ ഫക്കീഹ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം, അതുമായി ബന്ധമുള്ള ഒരു തീവ്രവാദി പ്രസ്ഥാനം UAEക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും UAEയുടെ സുസ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ രഹസ്യമായി ഏർപ്പെട്ടു വരികയുമായിരുന്നു. അങ്ങനെയുള്ള സംഘത്തെ പിടികൂടി അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് വരികയാണ്. UAEയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ വളരെ സജീവമായ നിരീക്ഷണം നടത്തുകയും അങ്ങനെ ആളുകളെ കണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഒരു കാരണവശാലും ഈ വിഷയത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ലെന്നും ഇത്തരം ആളുകളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നും ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനവും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇപ്പോൾ തൽക്കാലം ഒരു സമാധാനാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു,
ഇനി നാളെയും മറ്റന്നാളും ഒക്കെ പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട ചർച്ചയെ തുടർന്ന് എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ എല്ലാവർക്കും നഷ്ടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും നഷ്ടമാണ്, പ്രശ്നമാണ്, കഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റുകളൊക്കെ എപ്പോൾ വീണ്ടും ആ പഴയ രൂപത്തിലായി മാറും, ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളായി മാറും. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പല യാത്രക്കാരും അവർക്ക് പോകാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ട്. കാരണം സ്പെഷ്യൽ ഫ്ലൈറ്റുകളാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ഇതിന് ആത്യന്തികമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, വിവിധ രാജ്യങ്ങളുടെ, വിമാന കമ്പനികളുടെ, ഏവിയേഷൻ അതോറിറ്റീസിൻ്റെ ഒക്കെ തീരുമാനം ഒന്നിച്ചു വന്നാൽ മാത്രമേ സമ്പൂർണ്ണമായിട്ടും വ്യോമപാത തുറന്നു കൊടുക്കുന്ന വിധത്തിൽ പഴയതുപോലെ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾക്ക് പോകാൻ പറ്റൂ എന്നുള്ള കാര്യം അറിയാമല്ലോ നിങ്ങൾക്കെന്നാണ് അവരിങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ വന്നാൽ മാത്രമേ പഴയതുപോലെ സഞ്ചാരം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. എങ്കിലും ഇപ്പോൾ ചർച്ചയൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ അന്തരീക്ഷം സമാധാനപരമായി രൂപം കൊണ്ടാൽ ഒരു ആഴ്ചക്കിടയിൽ ഇതിൻ്റെ വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കൂടുതൽ. എയർ അറേബ്യ 22-ാം തീയതി മുതൽ ഖത്തറിലേക്കുള്ള സർവീസുകൾ ക്രമപ്രകാരം നടത്താൻ തീരുമാനിച്ചു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വിമാന കമ്പനികൾ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളുമായി മുന്നോട്ട് വന്നാൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ലോകം പോകുന്നത്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.